നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ LBSന്റെ രണ്ടാമത്തെ അലോട്ട്മെന്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നിരവധി കുട്ടികൾക്ക് നിരവധി സംശയങ്ങളായിട്ട് ഓരോ ദിവസവും കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനെ ആസ്പദമാക്കിയുള്ള ഏതാനും ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ LBSന്റെ രണ്ടാമത്തെ അലോട്ട്മെന്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. 29-ാം തീയതിക്കുള്ളിൽ തന്നെ അതിന്റെ ടോക്കൺ ഫീ അടയ്ക്കാൻ, പുതുതായിട്ട് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്ന കുട്ടികൾക്ക് ടോക്കൺ ഫീ അടയ്ക്കാനും അതുപോലെ ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനുള്ള ഒരു സമയമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, മൂന്നാമത്തെ അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് കോളേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ പല കുട്ടികളും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇത്രയും മാർക്ക് ഉണ്ടായിട്ടും ഇതുവരെയും അലോട്ട്മെന്റുകൾ കയറി പറ്റിയിട്ടില്ല, ഇനി എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ, കേരളത്തിൽ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, മൂന്നാമത്തെ ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷമാണ് കോളേജ് റിപ്പോർട്ടിംഗ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സമയത്തായിരിക്കും നിരവധിയായിട്ടുള്ള വേക്കൻസികൾ രൂപപ്പെടുക. കാരണം ഓൾറെഡി ഇപ്പോൾ അലോട്ട്മെന്റ് ലഭിച്ചിരിക്കുന്ന കുട്ടികളാണെങ്കിലും മറ്റുള്ള മാനേജ്മെന്റ് അസോസിയേഷൻ മികച്ച കോളേജുകളിൽ അഡ്മിഷൻസ് നേടിയിരിക്കുന്ന കുട്ടികളായിരിക്കാം. അപ്പോൾ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് ആയിട്ട് ഈ പറയുന്ന കോളേജ് റിപ്പോർട്ടിംഗ് വേളയിൽ ഒരു പക്ഷേങ്കിൽ LBSന്റെ അലോട്ട്മെന്റ് ഒഴിവാക്കാനുള്ള സാധ്യതകൾ കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാത്രമായിരിക്കും നമുക്ക് കൂടുതൽ വേക്കൻസികൾ രൂപപ്പെടുകയും വരുന്ന സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെന്റുകളിലേക്ക് അഡ്മിഷൻസ് കിട്ടാനുള്ള പോസിബിലിറ്റിയും ഉണ്ടാവുക. ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഏകദേശം 290 ഇൻഡെക്സ് മാർക്കിലുള്ള കുട്ടികൾക്കാണ് ജനറൽ കാറ്റഗറി വിഭാഗത്തിൽ അഡ്മിഷൻസ് ഏകദേശം മിക്കവാറും വരുന്ന കോളേജുകൾ ലഭിച്ചിരിക്കുന്നത്. അത് ഒരു പക്ഷേങ്കിൽ കുറച്ചും കൂടെ കുറഞ്ഞേക്കാം, എങ്കിലും ഒരു 92% മുകളിലേക്കുള്ള കുട്ടികൾക്ക് മാത്രമായിരിക്കും എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടാവുക. അപ്പോൾ വീണ്ടും നിരവധി വേക്കൻസികൾ വരും എന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ പറയുന്ന വളരെ കുറഞ്ഞ മാർക്കിലുള്ളവർക്ക്, കുറഞ്ഞ മാർക്ക് എന്ന് പറയുമ്പോൾ ഈ 92-93% താഴോട്ടുള്ള റാങ്കിലുള്ള കുട്ടികൾക്ക് ഒരുപക്ഷെങ്കിൽ അഡ്മിഷൻസ് കിട്ടാനുള്ള പോസിബിലിറ്റി നമ്മൾ നോക്കി കാണേണ്ടതായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം നിരവധി മാർക്കുള്ള കുട്ടികൾ തന്നെ LBS കാറ്റഗറിയിലേക്കൊക്കെ അപേക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന രീതിയിൽ മുന്നോട്ട് അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയായും പോകുന്നത് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. PNC മാക്കിലാണെങ്കിൽ ഒന്നാമത്തെ ഘട്ട അലോട്ട്മെന്റ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിരവധി കുട്ടികളാണ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ കോളേജിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ CBSE ICC സിലബസിൽ പഠിച്ച കുട്ടികൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ തന്നെ PNC മാർക്ക് വഴിയാണ്. കാരണം 10% അധിക ബോണസ് നൽകുന്നതിനാൽ അവർക്ക് ഉയർന്ന മാർക്കിൽ 90% മാർക്കുള്ള കുട്ടിയും 99% കൺസിഡർ ചെയ്യപ്പെടുക. അതുകൊണ്ട് തന്നെ അവർക്ക് വേറൊരു ഓപ്ഷനും ഇല്ല. കാരണം ഈ 90% എന്നുള്ളത് മറ്റുള്ള LBSO അല്ലെങ്കിൽ മറ്റുള്ള അസോസിയേഷനിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് അവർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന PNC മാക്കിൽ അഡ്മിഷൻസ് എടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മിക്കവാറും വരുന്ന കോളേജുകളിലൊക്കെ PNC മാക്ക് വഴി അഡ്മിഷൻസ് ഒരുമാതിരി കോളേജുകളിലൊക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെ വീണ്ടും വേക്കൻസികൾ ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. വരുന്ന അലോട്ട്മെന്റിലേക്കും രണ്ടാമത്തെ ഘട്ട PNC മാക്കിന്റെ അലോട്ട്മെന്റിലും നിരവധി കോളേജുകൾ നിങ്ങൾക്ക് വീണ്ടും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, LBSൽ മൂന്നാമത്തെ ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷം കോളേജ് റിപ്പോർട്ടിംഗ് വേളയിൽ മാത്രമായിരിക്കും വേക്കൻസികൾ ഉണ്ടാവുകയും വരുന്ന സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെന്റുകൾ കൂടുതൽ വേക്കൻസികൾ ഉണ്ടാവുകയും ചെയ്യുക. അതുകൊണ്ട് തന്നെ 94-95% മാർക്ക് റേഞ്ചിലുള്ള കുട്ടികൾ തീർച്ചയായിട്ടും വരുന്ന അലോട്ട്മെന്റുകൾ പ്രതീക്ഷയോടെ നിൽക്കാം. അപ്പോൾ വരുന്ന സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെന്റുകളായിരിക്കും നിങ്ങൾക്ക് ഒരുപക്ഷെങ്കിൽ അഡ്മിഷൻസ് കിട്ടാൻ സാധ്യതയുള്ളത്. ഒരു കാര്യം കൂടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ ഏതാനും ചില കോളേജുകൾ കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഓപ്ഷനിൽ റീഅറേഞ്ച്മെന്റ്സ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ പുതിയ കോളേജുകൾ ഉൾപ്പെടുത്തുകയോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ കയറി ഇവിടെ ഈ പറയുന്ന കോളേജ് ഓപ്ഷൻസ് ഒക്കെ ബ്ലാങ്ക് ആയിട്ടായിരിക്കും കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പ്രയോറിറ്റി പ്രിഫറൻസിൽ നൽകണമോ ആ റാങ്കിന്റെ നമ്പർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സേവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സെലക്ഷൻ ട്രീയിലേക്ക് ഈ കോളേജുകൾ ഉൾപ്പെടുന്നതാണ്. ഇതുവരെയും അഡ്മിഷൻ അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടികൾ തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും ഈ പറയുന്ന കോളേജ് ലിസ്റ്റുകൾ ഉൾപ്പെടുത്തുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സിമെറ്റിലാണെങ്കിലും NRI സീറ്റുകളൊക്കെ ആണെങ്കിൽ LBS വഴിയാണ് നടത്തപ്പെടുക. അപ്പോൾ ഇതൊന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കാതെ നിരവധി കുട്ടികൾ വാരി വലിച്ച എല്ലാ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. പല കുട്ടികൾക്കും NRI സീറ്റിൽ സിമെറ്റിൽ ലഭിച്ചിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ വേളയിൽ, നിങ്ങൾ കോളേജിൽ റിപ്പോർട്ടിംഗ് വേളയിൽ NRI ഡോക്യുമെന്റ്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു അഡ്മിഷൻ നഷ്ടപ്പെടും എന്നുള്ള ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇനിയും ഓപ്ഷൻ രജിസ്ട്രേഷന്റെ സമയത്ത് ഏതെങ്കിലും കുട്ടികൾ ഇതുവരെ അലോട്ട്മെന്റ് ലഭിക്കാത്ത കുട്ടികളാണെങ്കിലും NRI ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിമെറ്റിന്റെ ഓപ്ഷൻ, NRI സീറ്റിന്റെ ഓപ്ഷൻ നിങ്ങൾക്ക് മാറ്റി വെക്കാവുന്നതാണ്, അല്ലെങ്കിൽ മാറ്റാൻ സാധിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലാസ്റ്റ് മിനിറ്റിൽ അഡ്മിഷൻസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേറൊരു ഓപ്ഷൻസിലും നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധ്യത ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ഈ ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ CPASിലാണെങ്കിലും നേഴ്സിംഗിലല്ലാതെ നിരവധി കുട്ടികൾക്ക് മറ്റുള്ള ഓപ്ഷൻസിലേക്ക്, ഇപ്പം മൈക്രോബയോളജി ആയിക്കോട്ടെ, MLT ആയിക്കോട്ടെ, അങ്ങനെയുള്ള സ്ട്രീമുകളിലേക്കൊക്കെ കൗൺസിലിംഗ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നേഴ്സിംഗ് ആണ് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നേഴ്സിംഗിനുമായിട്ട് മുന്നോട്ട് പോവുക.
മറ്റുള്ള സ്ട്രീമുകൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ വരുന്ന ബന്ധപ്പെട്ട എല്ലാ ഫീസുകളും ഫസ്റ്റ് ഇയറിലെ ഫീസുകളെല്ലാം നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സി പാസ് വഴി നഴ്സിംഗ് ലഭിച്ചാൽ മാത്രമായിരിക്കും നിങ്ങളെ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് മറ്റുള്ള അസോസിയേഷൻ വഴിയോ LBS വഴിയോ ഒക്കെ അഡ്മിഷൻസ് കിട്ടിയാൽ ഒരു പക്ഷേങ്കിലും സി പാസിൽ നിന്ന് നിങ്ങളെ റിലീസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ട് മാത്രം നിങ്ങൾ അഡ്മിഷനുമായിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു 92% താഴെ, ഇപ്പൊ സ്റ്റേറ്റ് മെറിറ്റിലൊക്കെ ആണെങ്കിലും 92% താഴെ മാർക്കുള്ള കുട്ടികൾ കേരളത്തിൽ അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളൊരു പോസിബിലിറ്റി വളരെ വിരളമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിരവധി കോളേജുകൾ കേരളത്തിന് പുറത്താണെങ്കിലും അഡ്മിഷൻസ് പോസിബിലിറ്റീസ് ഉണ്ടെന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ വ്യക്തമായിട്ട് കോളേജുകളെ കുറിച്ച് മനസ്സിലാക്കുക. അതിന്റെ അഫിലിയേഷൻസ് ഉള്ള പ്രോപ്പറായിട്ട് ഫംഗ്ഷനിങ് ആയിട്ടുള്ള കോളേജ് ആണോന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ അഡ്മിഷൻസുമായിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.